ടോപ്പ് ട്യൂഷൻ്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ചാപ്റ്റർ 1 അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Question: The common difference of an arithmetic sequence is 2 and the sum of the 9th, 10th and 11th term is 90. Calculate the first 3 terms of the sequence. Okay. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ട് 3 ടേം, അതായത് 9th, 10th, 11th എന്ന് പറയുന്ന 3 ടേംസിൻ്റെയും സമ്മ് 90 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ ആദ്യം എഴുതാം. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്. ദെൻ 9th, 10th, 11th ടേം എന്ന് പറയുന്നതിന് നമുക്ക് A9 പ്ലസ് A10 പ്ലസ് A11 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈക്വൽ ടു 90. അപ്പോൾ ഈ A9, A10, A11 ഒക്കെ പറയുമ്പോൾ എന്തായിരിക്കും? A പ്ലസ് 8D ആയിട്ട് എഴുതാം A9നെ. ദെൻ A10 നമുക്ക് A പ്ലസ് 9D ആയിട്ട് എഴുതാം. A11 A പ്ലസ് 10D ആയിട്ട് എഴുതാം. ദെൻ ഇതിൻ്റെ സം ഈക്വൽ ടു 90 എന്ന് എഴുതി. ഇനി നോർമലി നമ്മൾ ഇക്വേഷൻസ് പ്ലസ് ചെയ്യുക. അതായത് A പ്ലസ് A എന്ന് പറയുമ്പോൾ 3A എന്ന് കിട്ടും. ദെൻ 8D പ്ലസ് 9D പ്ലസ് 10D എന്ന് പറയുമ്പോൾ 27D എന്ന് കിട്ടും, ഈക്വൽ ടു 90. നമുക്കിവിടെ ഡീൻ്റെ വാല്യൂ അറിയാം. D ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്കിവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ 3A പ്ലസ് 27 ഇൻറ്റു 2 ഈക്വൽ ടു 90. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3A ഈക്വൽ ടു ഇതുണ്ടോ 90 മൈനസ് 54 എന്ന് കിട്ടും. അപ്പോൾ 3A ഈക്വൽ ടു 36. അപ്പോൾ 36/3 എന്ന് പറയുമ്പോൾ A ഈക്വൽ ടു 12. ഈ A ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് അർത്ഥം. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നു, ഈക്വൽ ടു 12. ദെൻ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ രണ്ടും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 പ്ലസ് 2 14. രണ്ടാമത്തെ ടേം കിട്ടി. ഇനി തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 2 ഇൻറ്റു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 12 ആണ്, 2 ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ് 2 ആണ്. സോ 12 പ്ലസ് 4 എന്ന് പറയുന്നത് 60. അപ്പോൾ നമുക്കങ്ങനെ തേർഡ് ടേമും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. Question: Write 3 arithmetic sequence with the sum of the first 7 terms as 70. അതായത് സീക്വൻസിൻ്റെ ആദ്യത്തെ 7 ടേമിൻ്റെ സം എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് 3 അരിത്തമാറ്റിക് സീക്വൻസുകൾ ഉണ്ടാക്കി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആദ്യത്തെ 7 ടേമിൻ്റെ സമ്മ് 70 ആണ്. അപ്പോൾ സം ഓഫ് ദ n ടേംസ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുലയാണ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കണക്കാക്കാനായിട്ടാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ 7 ടേമിൻ്റെയാണ് 70 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 7 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 70 ഇൻറ്റു നമുക്ക് ഓൾറെഡി സമ്മ തന്നിട്ടുണ്ട്. സോ Sn എന്ന് പറയുന്നത് 70 ആണ്, ഈക്വൽ ടു എത്ര സമ്മിൻ്റെ എത്ര ടേംസിൻ്റെ? 7 ടേംസിൻ്റെ. അപ്പോൾ 7/2 ഇൻറ്റു 2a പ്ലസ് 6d. ഓക്കെ, ഈ നമുക്ക് എയും ഡിയും ഒന്നും അറിയില്ല. ഈ 6d എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ 7 മൈനസ് 1 ഇൻറ്റു d എന്ന് എഴുതി. നമ്മൾ ഈ 7നെ ഇവിടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 70/7 10 എന്ന് കിട്ടി. എന്നിട്ട് ഈ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് 10 ആണ്. 10 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. സോ 20 ഈക്വൽ ടു 2a പ്ലസ് 6d. ഓക്കെ, ഇനി ഇത് നമ്മൾ രണ്ട് സൈഡിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നും കൂടി ചെറിയൊരു ഇക്വേഷനായി കിട്ടും. ഇപ്പോൾ 20 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 10 കിട്ടി. 2a ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ a എന്ന് കിട്ടി. പ്ലസ് 6d/2 എന്ന് പറയുമ്പോൾ നമുക്ക് 3d എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ, a പ്ലസ് 3d ഈക്വൽ ടു 10. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു 3 അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ,
ഡീൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്താ ഈ ഒരു ഇക്വേഷനിലേക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പം എ പ്ലസ് 3d ഈക്വൽ ടു 10. അപ്പോൾ 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 3 തന്നെയാണ്. സോ എ ഈക്വൽ ടു 3 ഇങ്ങോട്ട് പോകുമ്പോൾ 10 മൈനസ് 3. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 7 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. അപ്പോൾ സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ എ കോമ, രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ദി കോമൺ ഡിഫറൻസ്, ദെൻ തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് എഴുതി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എ എന്ന് പറയുന്നത് 7 ആണ്. ദെൻ എ എന്ന് പറയുമ്പോൾ 7 അല്ലേ, 7 പ്ലസ് ഡി 1 ആണ്. അപ്പോൾ 7 പ്ലസ് 1 8. ദെൻ ഇവിടെ വരുമ്പോൾ 7 പ്ലസ് 2 ഇൻറ്റു 1. അപ്പോൾ 7 പ്ലസ് 2 9. ഫസ്റ്റത്തെ സീക്വൻസ് നമുക്ക് കിട്ടി 7 8 9. ഇനി നമുക്ക് അടുത്തൊരു സീക്വൻസ് എഴുതാം. അതിൽ നമ്മൾ ഡീൻ്റെ വാല്യൂ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ ഇക്വേഷൻ 1ൽ നമുക്ക് ഡീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സീക്വൻസ് എഴുതാം. അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ദെൻ എ ഈക്വൽ ടു 10 മൈനസ് 6 എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് 2d എന്ന ഫോർമാറ്റിൽ. അപ്പോൾ എൻ്റെ വാല്യൂ 4, എ പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 4 പ്ലസ് 2 6 കോമ എ പ്ലസ് 2d എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4 പ്ലസ് 2 ഇൻറ്റു 2. ഇപ്പോൾ 4 പ്ലസ് 4 8. ഇപ്പോൾ 4 6 8 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സീക്വൻസും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡീൻ്റെ വാല്യൂ 3 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഡീൻ്റെ വാല്യൂ 3 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? എ പ്ലസ് 3 ഇൻറ്റു 3 എന്ന് വരും, ഈക്വൽ ടു 10. അപ്പോൾ എ ഈക്വൽ ടു 10 മൈനസ് 9. എന്താ, ഈ 3 ഇൻറ്റു 3 9 അല്ലേ, അപ്പോൾ 9 ഇങ്ങോട്ട് പോയി 10 മൈനസ് 9 എന്ന് പറയുമ്പോൾ 1 കിട്ടി. അപ്പോൾ എ 1 എന്ന് കിട്ടി, കോമൺ ഡിഫറൻസ് 3. ദെൻ നമുക്ക് സീക്വൻസ് എഴുതാം. അപ്പോൾ 1 കോമ 3 പ്ലസ് 1 4 കോമ എന്തായിരിക്കും 1 പ്ലസ് 2 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6, 6 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 7. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? 3 അരിത്തമാറ്റിക് സീക്വൻസ് ഈ ജസ്റ്റ് ഒരു 1 ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ: ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് is 30 and the sum of the first 7 terms is 140. What is the second term of this sequence? അപ്പോൾ തന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേമിൻ്റെ സമ്മ് 30 ആണ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ തന്നെ 7 ടേമിൻ്റെ സമ്മ് 140 തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സീക്വൻസിൻ്റെ രണ്ടാമത്തെ ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗിവൺ ഡാറ്റ, അതായത് സം ഓഫ് ദ 3 ടേംസ് എന്ന് പറയുന്നത് 30. അപ്പോൾ നമുക്ക് S3 ഈക്വൽ ടു 30 എന്ന് എഴുതാം. സം ഓഫ് ദ 7 ടേംസ് S7 ഈക്വൽ ടു 140 എന്ന് എഴുതി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഈ ഫോർമുലയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം S3 ഈക്വൽ ടു 3/2, കാരണം 3 ടേമിൻ്റെ സമ്മാണ് എന്ത് 30 എന്ന് പറയും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. സോ 3/2 ഇൻറ്റു 2a, എൻ്റെ വാല്യൂ ഒന്നും നമുക്കറിയില്ല, പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1, ഡീൻ്റെ വാല്യൂ അറിയില്ല, ഈക്വൽ ടു 30. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 3 ഇൻറ്റു 2a പ്ലസ് 2d ഈക്വൽ ടു 60. ഈ 60 എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ ഈ ഡിവൈഡ് ബൈ 2 നമ്മൾ ഈ 30 ആയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 2 ഇങ്ങോട്ട് മുമ്പ് ഇൻറ്റു ചെയ്തു. സോ 30 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 60 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ 3 ഇൻറ്റു 2a പ്ലസ് 2d ഉണ്ടല്ലോ, അതിൽ 3 ഇൻറ്റു ആണ്. സോ ഈക്വൽ സൈൻ്റെ പുറത്ത് പോകുമ്പോൾ 60/3 എന്ന് കിട്ടും. അപ്പോൾ 20. അപ്പോൾ 2a പ്ലസ് 2d ഈക്വൽ ടു 20. നമ്മൾ വീണ്ടും അത് ചെറുതാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ബൈ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? a പ്ലസ് d ഈക്വൽ ടു 20/2 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടി. അങ്ങനെ ആദ്യത്തെ ഇക്വേഷൻ കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ S7 ചെയ്യണം. അപ്പോൾ S7 ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 7 ആണ്, കാരണം സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 7/2. ഇതിൽ നമുക്ക് എയും ഡി ഒന്നും അറിയില്ല. അപ്പോൾ 2a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 140 ആണ് 7 ടേംസിൻ്റെ സമ്മ്. ദെൻ നമ്മൾ ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തു. അപ്പോൾ 140 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 280 എന്ന് കിട്ടി. ഇനി ഈ 7നെ നമ്മളിത് വെച്ച് ഡിവൈഡ് ചെയ്യണം, കാരണം 7 ഇൻറ്റു ആണല്ലോ. അപ്പോൾ
ഈക്വൽ സൈനിൻ്റെ ഈ വശത്തേക്ക് പോകുമ്പോൾ 280/7 എന്ന് വരും. അപ്പോൾ നമുക്ക് 40 വട്ടം പോവും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ a + 3d = 20 എന്ന് കിട്ടും. അതായത് 40/2 20, 6d/3 എന്ന് പറയുമ്പോൾ 3d. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എയും ഡിയും കണ്ടുപിടിക്കാനായിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ a + 3d, ഇതാണല്ലോ ഇക്വേഷൻ 2, മൈനസ് ഇത് ഇക്വേഷൻ 1 a + d = കോൺസ്റ്റൻസിനൊക്കെ ഈ ഭാഗത്ത് എഴുതണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 2ൻ്റെ 20 ആണ്, മൈനസ് ഇക്വേഷൻ 1ൻ്റെ 10 എന്ന് എഴുതി. ഇനി ഈ എയും ഈ പോസിറ്റീവ് എയും ഈ നെഗറ്റീവ് എയും ക്യാൻസലായി പോകും. ഇനി ബാക്കി നമുക്കുള്ളത് 3d - d ആണ്. അപ്പോൾ 3d - d എന്ന് പറയുമ്പോൾ 2d = 20 - 10 = 10 എന്ന് കിട്ടി. ദെൻ നമുക്ക് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയേക്കും ഡിൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എ കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ നമുക്കപ്പോൾ എന്ത് കിട്ടി, a + 5 = 10. അപ്പോൾ a = 5 എന്ന് കിട്ടി. എയും ഡിയും കിട്ടി. ചോദ്യം എന്തായിരുന്നു, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a2 = a + d എന്ന് എഴുതാമല്ലോ. ഓക്കെ, a2 = a + d എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും, a5 ആണ്, d5 ആണ്. 5 + 5 10. ഇങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എയും ഡിയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഫോർത്ത് ടേമിൻ്റെ ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം എങ്ങനെ എഴുതാൻ പറ്റും, a4 = a + 3d എന്ന് എഴുതാം. അപ്പോൾ അതിൽ എൻ്റെ വാല്യൂ 5 ആണ്. സോ 5 + 3 × ഡിൻ്റെ വാല്യൂ 5. 5 + 15 എന്ന് പറയുമ്പോൾ 20 ആണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ തന്നെ തേർഡ് പാർട്ടാണ്. അതായത് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എയും ഡിയും അറിയുന്ന സ്ഥിതിക്ക് ജസ്റ്റ് ആ ഒരു a + d, a + 2d എന്ന് പറയുന്ന ഫോർമാറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ a, a + d, a + 2d. അങ്ങനെ വരുമ്പോൾ 5, a + d എന്ന് പറയുമ്പോൾ 5 + 5 10, a + 2d എന്ന് പറയുമ്പോൾ 5 + 2 × 5. അപ്പോൾ 10 + 5 50 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ടേംസും കിട്ടി. Question: The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. Okay. അപ്പോൾ ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് 150 ആണ്. പിന്നെ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മ് 550 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സീക്വൻസിൻ്റെ മൂന്നാമത്തെ ടേമാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം എന്താണ്, S5 ആൻഡ് S10 എന്ന് പറയുന്നതിന് എടുത്തെഴുതാം. 150 ആണ്, 550 ആണ്. ഇനി നമ്മുടെ സമ്മിൻ്റെ ഫോർമുല യൂസ് ചെയ്ത്, അതായത് Sn = n/2 × 2a + n - 1 × d എന്ന് പറയുന്ന ഫോർമുലയിൽ ഇതിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ 5 ആണ്. നമ്മൾ ആദ്യത്തെ S5 ആണ് എടുക്കുന്നത്. അപ്പോൾ S5 = 5/2 × 2a + 4d. അങ്ങനെ വരുമ്പോൾ 150 ആണ് നമ്മുടെ സമ്മ്. ഇനി ഈ പറയുന്ന 2നെ നമ്മൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 300 കിട്ടി. ദെൻ 300 = 5 × 2a + 4d. ഇനി ഈ 5നെ നമുക്കിവിടെ ഡിവൈഡ് ചെയ്ത് 60 എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 2a + 4d = 60. ഇനി അടുത്തത് S5 കഴിഞ്ഞു, S10 ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ 10/2 × 2a + 9d. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, 10/2 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 5 × 2a + 9d. നമ്മൾ ഈ 550 / 5 എന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 1110 എന്ന് ആൻസർ കിട്ടി. അങ്ങനെ ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ 2a + 9d = 1110. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എയും ഡിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2a + 9d -
2a plus 4d equal to, ഇത് കോൺസ്റ്റൻസ് എല്ലാം ഇപ്പുറത്താണ് എഴുതുന്നത്. അപ്പോൾ 1110 ഇക്വേഷൻ 2ൻ്റെ മൈനസ് ഇക്വേഷൻ 1ൻ്റെ എന്തായിരുന്നു 60. ഇനി ഇതിൽ പോസിറ്റീവ് 2a, ഇത് നെഗറ്റീവ് 2a, രണ്ടും ക്യാൻസലായി. ബാലൻസ് ഉള്ളത് 9d മൈനസ് 4d. അപ്പോൾ 5d ഈക്വൽ ടു 110 മൈനസ് 60 എന്ന് പറയുമ്പോൾ 50 ആണ്. അപ്പോൾ എന്തായിരിക്കും d ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കോമൺ ഡിഫറൻസ് 10 കിട്ടി. അപ്പോൾ നമുക്ക് ഡീൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീൻ്റെ വാല്യൂവിനെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 2a പ്ലസ് 4d ഈക്വൽ ടു 60 ആണ്. ദെൻ ഡീൻ്റെ വാല്യൂ 10 ആണല്ലോ, അപ്പോൾ 4 ഇൻറ്റു 10 ഈക്വൽ ടു 60. അപ്പോൾ 60 മൈനസ് 40 ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പോൾ 2a ഈക്വൽ ടു 20, ദെൻ എയുടെ വാല്യൂ 10 എന്ന് കിട്ടി. എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടേം എളുപ്പത്തിൽ എഴുതാം. അപ്പോൾ a ഈക്വൽ ടു 10, d ഈക്വൽ ടു 10. തേർഡ് ടേം എന്ന് പറയുമ്പോൾ a3 ഈക്വൽ ടു a പ്ലസ് 2d ആണ്. അപ്പോൾ എയുടെ വാല്യൂ 10 ഇൻറ്റു 2 ഇൻറ്റു ഡിൻ്റെ വാല്യൂ 10. ദെർഫോർ നമുക്ക് കിട്ടുന്ന തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 30 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ തന്നെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മളോട് 8th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എയും ഡിയും ഒക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ 8th ടേം എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും, a8 ഈക്വൽ ടു a പ്ലസ് 70 എന്ന് എഴുതാം. ആൻഡ് അതിലേക്ക് എൻ്റെയും ഡിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a പ്ലസ് 70 ഈക്വൽ ടു 10 പ്ലസ് 7 ഇൻറ്റു 10 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ 8th ടേം 80 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ടേംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, a, a പ്ലസ് d, a പ്ലസ് 2d എന്ന് പറയുന്ന ഫോർമാറ്റ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോൾ എൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 10, a പ്ലസ് d എന്ന് പറയുമ്പോൾ ഡിൻ്റെ വാല്യൂ നമുക്ക് അറിയായിരുന്നു, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 10. സോ 10 പ്ലസ് 10 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം 20 എന്ന് കിട്ടി. ദെൻ തേർഡ് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് 2d ആണ്. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു 30. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ടേംസും കിട്ടി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ: ദ സം ഓഫ് ദി 11th ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇസ് 80. വാട്ട് ഈസ് ദി 16th ടേം? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സമ്മ് 80 ആണ്. 16ാമത്തെ ടേമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസിൽ nth ടേം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 11th ടേമിന് അങ്ങനെ പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, a11 ഈക്വൽ ടു a പ്ലസ് 10d എന്ന് എഴുതാമല്ലോ. ഇനി 21st ടേമിന് നമുക്ക് a21 ഈക്വൽ ടു a പ്ലസ് 20d എന്നും എഴുതാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 2 ടേമിൻ്റെയും സം എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ എഴുതാമല്ലോ, a11 പ്ലസ് a21 ഈക്വൽ ടു 80 എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു, a പ്ലസ് 10d പ്ലസ് ഇതിൻ്റെ വാല്യൂ a പ്ലസ് 20d ഈക്വൽ ടു 20. ഇനി നോർമലി നമ്മൾ ഇക്വേഷൻ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 2a പ്ലസ് 30d ഈക്വൽ ടു 80 എന്ന് കിട്ടി. ഇനി ഇതിന് വീണ്ടും നമ്മൾ ഒരു ഡിവൈഡ് ബൈ 2 എന്ന് വെച്ച് കഴിയുമ്പോൾ a പ്ലസ് 15d ഈക്വൽ ടു 40 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് a പ്ലസ് 15d എന്ന് പറയുമ്പോൾ 16th ടേം ആയിരിക്കുമല്ലോ. അപ്പോൾ a പ്ലസ് 15d ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ 16th ടേം 40 ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ therefore the 16th term is 40. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Question: the angles of a pentagon are in arithmetic sequence. If the angles are written according to their magnitude, what would be the third angle? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പെൻറ്റഗണിൻ്റെ ആംഗിൾസ് ഒരു സീക്വൻസ് ആയി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസിൽ ഈ പറയുന്ന പെൻറ്റഗണിൻ്റെ ആംഗിളിൽ 3ാമത്തെ ആംഗിൾ എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 ഇൻറ്റു 180 ഡിഗ്രി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പെൻറ്റഗണിൻ്റെ കേസിൽ വരുമ്പോൾ എന്തായിരിക്കും, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത് പോളിഗണിൻ്റെ. പെൻറ്റഗണിന് 5 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ 5 - 2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ
3 ഇൻറ്റു 180 ഡിഗ്രി 540 ഡിഗ്രി. അപ്പോൾ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ദാറ്റ് പെൻറ്റഗൺ എന്ന് പറയുന്നത് 540 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളുടെയും സമ്മ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആംഗിൾസ് എല്ലാം ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആംഗിൾസിനെ എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് 2d കോമ എ പ്ലസ് 3d എന്നുള്ള ഒരു രീതിയിൽ എഴുതാലോ. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു സം എന്ന് പറയുന്നത് 540 ഡിഗ്രിയാണ് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ സീക്വൻസ് നമ്മൾ എന്താണ് പറയുക, ആംഗിൾസ് ഓഫ് ദ പെൻറ്റഗൺ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആംഗിൾസിൻ്റെ എല്ലാം സം ഈക്വൽ ടു 540 എന്ന് എഴുതാലോ. അതായത് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d എന്ന് പറഞ്ഞാൽ 5 ആംഗിൾസ് ആണല്ലോ. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്ത് ഈക്വൽ ടു 540 നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിനെല്ലാം ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ 1 2 3 4 5 വേസ് ഉണ്ട്. 5a പ്ലസ്, ഇനി 4 പ്ലസ് 3 7 പ്ലസ് 2 9 9 പ്ലസ് 1 10d ഈക്വൽ ടു 540 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇതിന് നമ്മളൊരു 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എ പ്ലസ് 2d ഈക്വൽ ടു 108 ഡിഗ്രി. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ എന്നാണ്. അപ്പോൾ തേർഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ എ പ്ലസ് 2d ഈക്വൽ ടു ഇവിടെ 108 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണല്ലോ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന 108 എന്ന് പറയുന്ന തേർഡ് ആംഗിൾ. അങ്ങനെ നമുക്ക് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓക്കെ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെൻറ്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ പെൻറ്റഗണിൻ്റെ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 540 ഡിഗ്രി എന്ന്. ദെൻ നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എയുടെ വാല്യൂ 40 ഡിഗ്രി ആയിട്ടാണ്. ഓക്കെ, അതായത് സ്മോളസ്റ്റ് ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ എന്തായിട്ട് എടുത്തു, 40 ആയിട്ട് എടുത്തു. ഇനി ബാക്കി നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ബാക്കി ആംഗിൾസ് എങ്ങനെ എഴുതാം, ഈ എ വെച്ചിട്ട് 40 പ്ലസ് ഡി 40 പ്ലസ് 2d എന്ന് ബാക്കി 4 ആംഗിൾസും എഴുതാം. ഇനി ഈ പറഞ്ഞ എന്താണ് 540 ഡിഗ്രി ആണല്ലോ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി സം ചെയ്ത് ഈക്വൽ ടു 540 എന്ന് എഴുതാം. ആൻഡ് അതിനുശേഷം 40 പ്ലസ് 40, അങ്ങനെ ഇവിടെ ഒരു 5 40 ഉണ്ട്. 40 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 200 പ്ലസ് ഈ ഡി എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10d എന്ന് കിട്ടും. അപ്പോൾ 200 പ്ലസ് 10d ഈക്വൽ ടു 540. ദെൻ ഈ 200 540 നിന്ന് മൈനസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 340 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടി. അപ്പോൾ ഫൈനലി കിട്ടിയ കോമൺ ഡിഫറൻസ് 34 ആണ്. ഇനി 34 എന്ന് പറയുന്ന ഡിയും ഈ പറഞ്ഞ എ ഈക്വൽ ടു 40യും വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് എഴുതാം. ഓക്കെ, അപ്പോൾ സോ ദ ആംഗിൾസ് വിൽ ബി ഫസ്റ്റ് ആംഗിൾ 40 ആണ്. സെക്കൻഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ 40 പ്ലസ് ഈ 34, അങ്ങനെ 74 കിട്ടി. ഇനി തേർഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ എ പ്ലസ് 2 ഇൻറ്റു ഡി ആണല്ലോ. അപ്പോൾ 40 പ്ലസ് 2 ഇൻറ്റു 34 108 കിട്ടി. ഫോർത്ത് ആംഗിൾ 142, ദെൻ ഫിഫ്ത്ത് ആംഗിൾ 176 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി. അപ്പോൾ ഒരു പെൻറ്റഗണിൻ്റെ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ 540 ഡിഗ്രി. 36 ഡിഗ്രി ആംഗിൾ സ്മോളസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 36 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് നമുക്ക് ഈ പറഞ്ഞ സീരീസ് ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതർ 4 ആംഗിൾസ് എന്ന് പറയുമ്പോൾ 36 പ്ലസ് ഡി 36 പ്ലസ് 2d എന്ന് ഈ ഒരു ഫോർമാറ്റിലായിട്ട് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം പാടെ സമ്മാണ് എന്ത്, ഈ 540 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ 36 പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സം ഈക്വൽ ടു 540 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് എല്ലാം കൂടി സം ചെയ്യുമ്പോൾ 36 ഇവിടെ 5 പ്രാവശ്യം ഉണ്ട്. അപ്പം 36 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 180 ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡി എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാനായിട്ട് പറ്റും, 180 പ്ലസ് 10d ഈക്വൽ ടു 540. അപ്പോൾ ഇതിൽ 540 നിന്ന് 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 360 ആണ്. അപ്പോൾ 10d ഈക്വൽ ടു 360 എന്ന് വരും. ദെർഫോർ d ഈക്വൽ ടു 360 ബൈ 10.
അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി ഡി. ഓക്കെ, അപ്പോൾ എ കിട്ടി, ഡി കിട്ടി. ഇനി നമ്മൾ ആംഗിൾ എളുപ്പത്തിൽ എഴുതാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ഒരു ഡീൻ്റെ വാല്യൂ ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾസ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. 36, 72, 108, 144, 180 എന്ന് കിട്ടും. ഇപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു സീരീസ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഇവിടെ ലാർജസ്റ്റ് ആംഗിൾ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഫോം ചെയ്യുന്നത്, ഒരു വെർട്ടെക്സ് അല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പെൻറ്റഗണിൻ്റെ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 36 ആയപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പെൻറ്റഗണിൻ്റെ ലാർജസ്റ്റ് ആംഗിൾ 180 ഡിഗ്രി ആയിപ്പോയി. അതൊരു സ്ട്രെയിറ്റ് ലൈനേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെർട്ടെക്സ് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പെൻറ്റഗണിൻ്റെ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി അല്ല എന്ന് പറയാനായിട്ട് പറ്റും. Question: Write 4 arithmetic sequence with the sum of the first 4 terms 100. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 100 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4 അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ SN = n/2 × 2a + n - 1 × d എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മാണല്ലോ. അപ്പോൾ 4/2 × 2a + 3d, അതായത് 4 - 1 × d. ഓക്കെ, അങ്ങനെ നമുക്ക് 3d കിട്ടി = 100. ഓക്കെ, 4/2 എന്ന് പറയുമ്പോൾ 2a + 3d = 100. അപ്പോൾ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് 2a + 3d = 50 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? സീക്വൻസ് ഉണ്ടാക്കാനായിട്ട് എയിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിയിൽ നമ്മൾ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി സീക്വൻസ് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വാല്യൂ 1 ആക്കി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 2 × 1 + 3d = 50. അപ്പോൾ 3d = 50 - 2 ഈക്വൽസ് നമുക്ക് 48/3 എന്ന് കിട്ടും. അങ്ങനെ d 16 കിട്ടി, a 1 എന്ന് കിട്ടി. ദെൻ സീക്വൻസ് വിൽ ബി 1, 17, 33 എന്ന്. ഓക്കെ, ഇനി അടുത്ത സീക്വൻസ് നമ്മൾ എൻ്റെ വാല്യൂ ഒരു സപ്പോസ് ഒരു 10 ഇട്ട് കൊടുക്കാം. നമുക്ക് റാൻഡംലി ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവിടെ 10 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ 2 × 10 + 3d = 50. അങ്ങനെ വരുമ്പോൾ 20 + 3d = 50. ദെൻ 3d = 30 അതായത് 50 - 20 എന്ന് പറയുമ്പോൾ 30 ആണല്ലോ. ഇനി ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവന്ന് 30/3 = 10 എന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും? 10, 20, 30, 40. ഇവിടെ = 100 എന്ന് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന ഫസ്റ്റ് 4 ടേംസ് നമുക്ക് സം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 100 കിട്ടണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് 4 എണ്ണം ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സീക്വൻസിൽ ഞാൻ എൻ്റെ വാല്യൂ 25 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 × 25 + 3d = 50. അപ്പോൾ 3d = 0 എന്നാണ് വരുന്നത്, കാരണം 50 - 50 = 0. അപ്പോൾ ഇവിടെ നമുക്ക് ഡീൻ്റെ വാല്യൂ ഡിഫറൻസ് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ 25, 25, എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ലെറ്റ് എ എന്ന് പറയുന്നത് 40 ആക്കി എടുത്തു. ഇനി 2 × 40 + 3d = 50. അതിൽ 40 × 2 എന്ന് പറയുമ്പോൾ 80 ആണ്. ദെൻ 50 - 80 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -30 എന്ന് കിട്ടി. ദെൻ ഡീൻ്റെ വാല്യൂ അപ്പോൾ -10. ഇനി അത് വെച്ചിട്ട് സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ 40, 40 + d എന്നല്ലേ വരുന്നത്. അപ്പോൾ 40 + -d ആണ് വരുന്നത്. അപ്പോൾ -10, 30 എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ a + 2d ആണല്ലോ. അപ്പോൾ a എന്ന് പറയുന്നത് 40 ആണ്. 40 + 2 × -10 ആണ്. അപ്പം 40 + -20, അങ്ങനെ 20 കിട്ടി. അങ്ങനെ നമ്മൾ 4 സീക്വൻസും കണ്ടുപിടിച്ചു. Question: The first term of an arithmetic sequence is 5. The sum of the sixth term is 105. Calculate the first 6 terms of a sequence. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5 എന്നാണ്. ദെൻ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേമും തന്നിട്ടുണ്ട് 105. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സീക്വൻസിൻ്റെ ആദ്യത്തെ 6 ടേം എന്താ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റ എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 5 ആണ്.
സം ഓഫ് ദ 6 ടേം S6 എന്ന് പറയുന്നത് 105 ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന SN ഫോർമുല യൂസ് ചെയ്ത് പറയുമ്പോൾ 105 ഈക്വൽ ടു 6/2 ഇൻറ്റു 2 ഇൻറ്റു എൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 5 പ്ലസ് 5D എന്ന് കിട്ടും. ദെൻ 6/2 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഇൻറ്റു 5 ഇൻറ്റു 2 10 പ്ലസ് 5D എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 30, 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15D. അപ്പോൾ ഈ പറയുന്ന 30നെ നമ്മളിവിടെ മൈനസ് ചെയ്തു. 105 മൈനസ് 30 ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 75 പ്ലസ് ഇത് മൈനസ് ചെയ്തിട്ട് കിട്ടിയ ആൻസറാണ് 75 പ്ലസ് 15D. അപ്പോൾ D എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 75/15 ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ A കിട്ടി ആൻഡ് D കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ 6 ടേംസ് എഴുതാം. അപ്പോൾ എന്താണ്, സെക്കൻഡ് ടേം അതായത് A 5 ആണ്, അതായത് ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 10 കിട്ടി, തേർഡ് ടേം 15 എന്ന് കിട്ടി. അങ്ങനെ 6 ടേം എന്ന് പറയുന്നത് 5, 10, 15, 20, 25, 30. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ദ സം ഓഫ് ദ 7th and 8th ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 50. ഓക്കെ, അപ്പോൾ ഒരു 7ാമത്തെ ടേമും 8ാമത്തെ ടേമിൻ്റെയും സമ്മം 50 ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 14 ടേംസിൻ്റെ സം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗിവൺ 7th ടേമിന് നമുക്ക് A പ്ലസ് 6D എന്നെഴുതാം, 8th ടേമിന് A പ്ലസ് 7D എന്നെഴുതാം. ഇവരുടെ രണ്ടിൻ്റെയും സമ്മ് 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ ആക്കി എഴുതാൻ പറ്റും. A പ്ലസ് 6D പ്ലസ് A പ്ലസ് 7D ഈക്വൽ ടു 50, അതായത് 2A പ്ലസ് 13D ഈക്വൽ ടു 50 എന്ന് പറയുന്ന ഇക്വേഷൻ 1 കിട്ടി. ഓക്കെ, ഇനി സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, SN ഈക്വൽ ടു n/2 എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലയാണ് 2A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 14 ടേംസിൻ്റെ ആണ് അല്ലേ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 14 ആണ്. 14/2 ഇൻറ്റു 2A പ്ലസ് 13D എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 7 ഇൻറ്റു 2A പ്ലസ് 13D. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2A പ്ലസ് 13D എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ എഴുതാമല്ലോ, ഫ്രം ഇക്വേഷൻ 1 2A പ്ലസ് 30D ഈക്വൽ ടു 50. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ് എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 50 ഈക്വൽ ടു 350 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ് എന്ന് പറയുന്നത് 350 ആണ്. Question: write the first 3 terms of each of the arithmetic sequences given below. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്, സം ഓഫ് ദ 3 ടേംസ് ആദ്യത്തെ 3 ടേമിൻ്റെ സമ്മ് 300 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ 3 ടേംസ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റ ഫസ്റ്റ് ടേം 30 ആണ്, സം ഓഫ് ദ 3 ടേംസ് 300 ആണ്. ദെൻ നമ്മുടെ സം ഓഫ് n ടേംസ് എന്ന് പറയുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക, എന്നിൻ്റെ വാല്യൂ 3 ആണ്, കാരണം ഫസ്റ്റ് 3 ടേംസ് ആണല്ലോ. അപ്പോൾ 3/2 ഇൻറ്റു 2 ഇൻറ്റു 30 പ്ലസ് 2D. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, 300 ഈക്വൽ ടു 3/2 ഇൻറ്റു 60 പ്ലസ് 2D എന്ന് കിട്ടി. അപ്പോൾ ഈ 2നെ നമ്മൾ ഇവിടെ വെച്ച് ഇൻറ്റു ചെയ്യുകയാണ്. അതിൻ്റെ അതിനുശേഷം 3 ഇൻറ്റു 60 180, 3 ഇൻറ്റു 2 6D. എന്നിട്ട് ഈ പറയുന്ന 180 600 പാടെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 420 എന്ന് കിട്ടും. അപ്പോൾ 6D ഈക്വൽ ടു 420, അപ്പോൾ D ഈക്വൽ ടു 70 എന്ന് കിട്ടി. ഓക്കെ, ദെൻ A കിട്ടി, D കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ 3 ടേംസ് എഴുതാം. ഗിവൺ A ഈക്വൽ ടു 30, അപ്പോൾ ഫസ്റ്റ് ടേം 30 ആണ്, സെക്കൻഡ് ടേം 70 പ്ലസ് 30 ഈക്വൽ ടു 100. ദെൻ തേർഡ് ടേം എന്ന് പറയുമ്പോൾ 30 പ്ലസ് 2 ഇൻറ്റു 70, അപ്പോൾ 140 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 170. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30 ആണ്, ദെൻ ആദ്യത്തെ 4 ടേമിൻ്റെ സമ്മ് 300 ആണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ തന്നെ ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഫസ്റ്റ് ടേം 30, ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് 300 ആണ്. ദെൻ സം ഓഫ് n ടേംസ് എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മാണ് 300. ഓക്കെ, അപ്പോൾ 4/2 ഇൻറ്റു 2 ഇൻറ്റു 30 പ്ലസ് 3D. ഈ പറയുന്നത് 4/2 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 60 ഇനി 120 പ്ലസ് 2 ഇൻറ്റു 3D 6D എന്ന് എഴുതാം. 300 മൈനസ് 120 എന്ന് പറയുമ്പോൾ 180 കിട്ടും. അപ്പോൾ 6D ഈക്വൽ ടു 180 എന്ന് പറയുമ്പോൾ D ഈക്വൽ ടു 180/6, ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് 30 എന്ന് കിട്ടി. ഫസ്റ്റ് ടേമും 30. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം 30 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 30 പ്ലസ് 30 60. തേർഡ് ടേം 30 പ്ലസ് 2 ഇൻറ്റു 30 ഈക്വൽ ടു 90 എന്ന് കിട്ടി. ഇതാണ് ഓക്കെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ദെൻ ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് 300. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട്സ് ആദ്യം എഴുതി. ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് ദ 5 ടേംസ് 300 ആണ്. ദെൻ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? 3 ടേംസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ Sn എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് 5 ടേംസിൻ്റെ ആണല്ലോ. അപ്പോൾ 300 ഈക്വൽ ടു എൻ്റെ വാല്യൂ 5/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം അറിയാം 30 പ്ലസ് 4d. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ 30 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 60 ആണ്. 16 പ്ലസ് 4d. ദെൻ നമ്മൾ ഈ 2വിനെ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 300 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 600 വരും. ഈക്വൽ ടു ബാക്കിയുള്ളത് 5 ഇൻറ്റു 60 പ്ലസ് 4d ആണ്. അപ്പം ഇതിൽ നമ്മൾ ഈ 5 600 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. ദെൻ 120 ഈക്വൽ ടു 60 പ്ലസ് 4d. ഇനി നമുക്ക് എന്ത് ചെയ്യാം? d ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4d ഈക്വൽ ടു ഈ പറയുന്ന 120 മൈനസ് 60 ചെയ്തു. അപ്പോൾ 4d ഈക്വൽ ടു 60. അങ്ങനെ വരുമ്പോൾ d ഈക്വൽ ടു 60/4, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന കോമൺ ഡിഫറൻസ് 15 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ദെൻ ഫസ്റ്റ് ടേം 30 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടേംസ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 30 പ്ലസ് 15, അതായത് a പ്ലസ് d എന്ന് പറയുമ്പോൾ 45. a പ്ലസ് 2 ഇൻറ്റു d എന്ന് പറയുമ്പോൾ 30 പ്ലസ് 2 ഇൻറ്റു 15, അതായത് 60. അപ്പോൾ ഫസ്റ്റ് 3 ടേംസും എഴുതി. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 6 ടേം 300 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട്സ്. നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ തന്നെ ഇതും ഒരു മാറ്റമില്ല. അപ്പോൾ ഇതിന് ജസ്റ്റ് എന്നിൻ്റെ വാല്യൂ 6 ആയി മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 2 60, 5d, 6/2 എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഇനി നമ്മൾ 3 ഇൻറ്റു 60 180 പ്ലസ് 3 ഇൻറ്റു 5 15d എന്ന് കിട്ടി. ഇനി 300 മൈനസ് 180 ചെയ്യുമ്പോൾ 15d. അപ്പോൾ d എന്ന് പറയുമ്പോൾ 120 ഡിവൈഡഡ് ബൈ 15, ദാറ്റ് ഈസ് 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 8. നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 38, തേർഡ് ടേം 46, ദെൻ ഫൈനലി ഇതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന 3 ടേംസ്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.